പ്രതിപക്ഷം ഇരു സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവും ഇതെല്ലാം കൂടി സമ്മിശ്രമായിട്ട് പാർലമെൻറ്റിൻ്റെ തലങ്ങളിൽ വന്നു. ബഹളം മൂലം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും നിർത്തിവെച്ചു. ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, ഇവർക്കെല്ലാം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. വിവിധ രൂപത്തിലുള്ള പ്രതിഷേധം നടത്തുന്നതാണ്. മാത്രമല്ല CBCI നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഏത് തരത്തിലുള്ള സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണെന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണിത്. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ, ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ജയിലിലാക്കപ്പെട്ട 2 കന്യാസ്ത്രീകൾ, ഒരു കന്യാസ്ത്രീ ആലക്കോട്, അതായത് ഉദയഗിരി എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ കന്യാസ്ത്രീ അങ്കമാലി എന്നുള്ളതാണ്. ഒരു കന്യാസ്ത്രീയുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നൽകിയിട്ടുള്ള വിവരണം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു റെയിൽവേ TT ആണ് വിളിച്ചു വരുത്തുന്നത്. അതായത് കന്യാസ്ത്രീമാരുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പേരുകൾ ഒരു ക്രൈസ്തവ നാമവുമായി ബന്ധപ്പെട്ടതല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ബജ്ര എന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ എന്താ പറയുക, ഇവർക്കെതിരെ അതിഭീകരമായിട്ടുള്ള അസഭ്യവർഷങ്ങൾ അവിടെ ചുരിഞ്ഞു. മാത്രമല്ല പോലീസ് വന്ന് ഈ അക്രമകാരികളുടെ പക്ഷം പിടിച്ചു. ആ കന്യാസ്ത്രീകളുടെ മുഖം നോക്കുക. അതായത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രീതിയിൽ അവർ നിസ്സഹായകരായിട്ട് തളർന്നിരിക്കുകയാണ്.